രൂപയുടെ വിനിമയ നിരക്കിലെ താൽക്കാലിക വ്യതിയാനങ്ങളെ മാത്രം നോക്കി രാജ്യം സാമ്പത്തികമായി തകരുന്നു എന്ന് വിലപിക്കുന്നവർ അറിയാം. ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യ ഇന്ന് നടത്തുന്ന കുതിപ്പ് അമ്പരപ്പിക്കുന്നതാണ്. വൻ ശക്തികൾ പോലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഇരുട്ടിൽ തപ്പുന്ന ഈ കാലത്ത് റെക്കോർഡ് ലാഭവിഹിതവും നിയന്ത്രിതമായ പണപ്പെരുപ്പവുമായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തല ഉയർത്തി നിൽക്കുന്നു. വെല്ലുവിളികളെ അവസരമാക്കി മാറ്റി ഡോളറിന്റെ ആധിപത്യത്തിന് ബദലായി ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് ഇന്ത്യ ചുവടുവെക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ കരുത്ത് വിശകലനം ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ കരുത്തും ആഗോളതലത്തിലെ വെല്ലുവിളികൾക്കിടയിലും രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ആഗോളതലത്തിൽ സമ്പദ് വ്യവസ്ഥകൾ പലതും മാന്ദ്യത്തിന്റെയും കടുത്ത പ്രതിസന്ധികളുടെയും പിടിയിൽ അമരുമ്പോൾ ഇന്ത്യയുടെ പ്രകടനം സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. രൂപയുടെ വിനിമയ നിരക്കിലെ വ്യതിയാനങ്ങൾ ഒരു സാമ്പത്തിക റിയാലിറ്റി ആണെങ്കിലും അതിനേക്കാൾ ഉപരിയായി രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക അടിത്തറയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് നൽകുന്ന ലാഭവിഹിതം എന്നത് രാജ്യത്തിന്റെ ധനസ്ഥിതിയുടെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ പല മുൻനിര കേന്ദ്ര ബാങ്കുകളും നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോഴും റെക്കോർഡ് ലാഭം നേടി അത് സർക്കാരിന് കൈമാറാൻ RBIക്ക് സാധിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ കൃത്യതയാണ് എടുത്തു കാണിക്കുന്നത്. സർക്കാരിന്റെ വരവുകളിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഈ ലാഭവിഹിതം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയൊരു മുതൽക്കൂട്ടാണ്. പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്തുന്നതിൽ ഇന്ത്യ കാണിക്കുന്ന മികവ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. യുദ്ധസമാനമായ ആഗോള സാഹചര്യങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും നിലനിൽക്കുമ്പോഴും പണപ്പെരുപ്പത്തെ RBIയുടെ നിശ്ചിത പരിധിക്കുള്ളിൽ നിലനിർത്താൻ സാധിച്ചത് വലിയൊരു നേട്ടമാണ്. മുൻകാലങ്ങളിലെ ഉയർന്ന പണപ്പെരുപ്പ് നിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ സാധാരണക്കാരന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. മുൻപ് ഓയിൽ ബോണ്ടുകൾ വഴി ഭാവിയിലെ സർക്കാരുകളുടെ തലയിൽ കെട്ടിവെച്ച കടബാധ്യതകൾ വീട്ടിത്തീർത്തതിനു ശേഷം പ്രതിസന്ധികളെ ഇത്രത്തോളം ഫലപ്രദമായി നേരിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ സാമ്പത്തിക അച്ചടക്കമാണ്. രൂപയുടെ മൂല്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യ വഹിക്കുന്ന വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന് ബദലായി സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയും സഖ്യകക്ഷികളും ചേർന്ന് നടത്തി വരുന്നുണ്ട്. ഇത് വരും വർഷങ്ങളിൽ ഡോളറിന്റെ അമിത സ്വാധീനത്തെ കുറയ്ക്കാനും ഇന്ത്യൻ കറൻസിയെ കൂടുതൽ ശക്തമാക്കാനും സഹായകമാകും. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനിടയിലും ഒരു ഭദ്രമായ സാമ്പത്തിക ക്രമം നിലനിർത്താനും പണപ്പെരുപ്പത്തെ വരുതിയിലാക്കി വികസന പാതയിൽ മുന്നേറാനും ഇന്ത്യക്ക് കഴിയുന്നുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തെ ഒരു വൻ സാമ്പത്തിക ശക്തിയായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക സ്ഥിരത തന്നെയാണ് വരും കാലങ്ങളിൽ ഇന്ത്യയെ ലോകവേദിയിൽ കൂടുതൽ ശക്തമായി നിലനിർത്തുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള നിലവിലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ വെല്ലുവിളികൾക്കും വിമർശനങ്ങൾക്കും അപ്പുറം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ എത്രമാത്രം സുശക്തമാണ് എന്നത് വ്യക്തമാണ്. ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യ ഇന്നൊരു പ്രധാന ശക്തിയായി മാറിയതിന് പിന്നിലെ കാരണങ്ങൾ നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ സാമ്പത്തിക അച്ചടക്കമാണ്. ആഗോളതലത്തിൽ വൻ ശക്തികളായ അമേരിക്കയും ഇംഗ്ലണ്ടും ജർമ്മനിയുമെല്ലാം സാമ്പത്തിക നഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ത്യൻ റിസർവ് ബാങ്ക് റെക്കോർഡ് ലാഭവിഹിതം കേന്ദ്ര സർക്കാരിന് നൽകുന്നു എന്നത് നമ്മുടെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നു. ഈ ലാഭവിഹിതം സർക്കാരിന്റെ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ ടാക്സ് വരുമാനമായി മാറുന്നു എന്നത് രാജ്യത്തിന്റെ ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും വലിയൊരു താങ്ങാണ്. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യ കാട്ടുന്ന മികവ് ശ്രദ്ധേയമാണ്. കോവിഡ് കാലഘട്ടത്തിന് ശേഷവും റഷ്യ ഉക്രൈൻ പോലുള്ള സംഘർഷങ്ങൾ മൂലമുള്ള ആഗോള അസ്ഥിരതകൾ നിലനിൽക്കുമ്പോഴും പണപ്പെരുപ്പത്തെ RBIയുടെ ടാർഗറ്റ് പരിധിക്കുള്ളിൽ തന്നെ നിലനിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. മുൻകാലങ്ങളിൽ സമാനമായ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പണപ്പെരുപ്പം 13% മുകളിലേക്ക് കുതിച്ചുയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഇന്ധന വിലയിലും മറ്റുമുള്ള ആഗോള സമ്മർദ്ദങ്ങൾക്കിടയിലും സാധാരണക്കാരന്റെ വാങ്ങൽ ശേഷിയെ വലിയ തോതിൽ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നത് വലിയൊരു നേട്ടമാണ്. മുൻകാലങ്ങളിൽ ഓയിൽ ബോണ്ടുകൾ വഴി ഭാവിയിൽ വരാനിരിക്കുന്ന തലമുറയുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ കടബാധ്യതകൾ തീർക്കുകയും ഒപ്പം നികുതി ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സ്വതന്ത്രമാക്കുന്നു. രൂപയുടെ വിനിമയ നിരക്ക് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ അത് വെറുമൊരു കറൻസി മൂല്യമായി മാത്രം കാണേണ്ടതില്ല. മറിച്ച് ലോകം മുഴുവൻ ഡോളറിനെ അമിതമായി ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബദൽ കറൻസി സംവിധാനങ്ങൾക്കായി നടത്തുന്ന ശ്രമങ്ങൾ വരും കാലത്ത് അന്താരാഷ്ട്ര വാണിജ്യത്തിൽ
ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കും. ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നുള്ള ഈ നീക്കം വരും ദശകങ്ങളിൽ ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയുടെ പങ്കിനെ കൂടുതൽ നിർണായകമാക്കും. ചുരുക്കത്തിൽ, ഹ്രസ്വകാലമായി ഉണ്ടാകുന്ന വിനിമയ നിരക്കിലെ വ്യതിയാനങ്ങളല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കം, നിയന്ത്രിതമായ പണപ്പെരുപ്പം, റെക്കോർഡ് ലാഭവിഹിതം എന്നിവയാണ് ഇന്ത്യയുടെ യഥാർത്ഥ സാമ്പത്തിക വളർച്ചയെ അടയാളപ്പെടുത്തുന്നത്. ആഗോള മാന്ദ്യത്തിന്റെ കാലത്തും വികസന കുതിപ്പിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിന്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു സവിശേഷ ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്ന റെക്കോർഡ് ലാഭവിഹിതം രാജ്യത്തിന്റെ ധനപരമായ സുരക്ഷയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ പോലും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും നഷ്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഇത്രയും വലിയ തുക സർക്കാരിന് നൽകുന്നത് നമ്മുടെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ കൃത്യതയാണ് എടുത്തു കാണിക്കുന്നത്. രൂപയുടെ വിനിമയ നിരക്ക് ഡോളറിനെതിരെ സമ്മർദ്ദം നേരിടുന്നു എന്നത് ഒരു വസ്തുതയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വർധനവും ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങളും രൂപയുടെ മൂല്യത്തെ ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഡോളർ 100 രൂപയിലേക്ക് അടുക്കുന്നു എന്നതിനെ വെറും ഒരു നെഗറ്റീവ് വാർത്തയായി മാത്രം കാണേണ്ടതില്ല. മറിച്ച് ഇതിനെ മറികടക്കാനും ഡോളറിന്റെ ആഗോള ആധിപത്യത്തെ കുറയ്ക്കാനും ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന ബദൽ വാണിജ്യ സംവിധാനങ്ങളുടെ പ്രസക്തിയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നതിലൂടെ ഭാവിയിൽ വിനിമയ നിരക്കിലെ ഇത്തരം ചാഞ്ചാട്ടങ്ങളെ വലിയൊരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ കാണിക്കുന്ന അച്ചടക്കം ലോക രാജ്യങ്ങൾക്ക് മാതൃകയാണ്. പല വികസിത രാജ്യങ്ങളും പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അതിനെ റിസർവ് ബാങ്കിന്റെ ടാർഗറ്റ് പരിധിക്കുള്ളിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നത് സാധാരണക്കാരന്റെ വാങ്ങൽ ശേഷിയെ സംരക്ഷിക്കുന്നതിലാണ് സഹായിക്കുന്നത്. മുൻകാലങ്ങളിലെ തെറ്റായ സാമ്പത്തിക നയങ്ങളും ഓയിൽ ബോണ്ടുകൾ പോലുള്ള ബാധ്യതകളും വിജയകരമായി മറികടന്ന മോദി സർക്കാർ ഇന്ന് സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ രൂപയുടെ മൂല്യത്തെക്കുറിച്ചുള്ള താൽക്കാലിക ആശങ്കകളല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കവും വ്യക്തമായ ദീർഘകാല കാഴ്ചപ്പാടും തന്നെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ മുഖം. വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും അതിനെ ഫലപ്രദമായി നേരിട്ട് ആഗോളതലത്തിൽ ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.